നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ നല്ല പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി റീഡിങ്സിലേക്ക് വരിക കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും ഇന്നൊരു മാറ്റത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഹാപ്പിനെസ്സോടുകൂടി കുറേ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ചില ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തോ പോസിറ്റീവായ ചില എനർജികൾ ഇന്ന് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഒരു ഇമോഷണലി ഒരു സമാധാനം, ഒരു സന്തോഷം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളുടെ ഒരു തുടക്കം. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ, ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഒരു കൺഫ്യൂഷൻ മൈൻഡോട് കൂടി എന്ത് വേണോ വേണ്ടയോ എന്ന ആ ഒരു ചിന്തയോട് കൂടി നിങ്ങൾ നിന്നവരാണ് എങ്കിൽ ഒരു ബ്ലൈൻഡ് ആയ ഒരു മൈൻഡ്, അതായത് ഒരു തീരുമാനത്തെ എടുക്കാൻ ഭയം, അതല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് നിന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം, ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളിലേക്ക് ചില പോസിറ്റീവായ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്, അത് ഫിനാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭമായിക്കോട്ടെ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ തന്നെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നു. മാറ്റി ചിന്തിക്കാൻ, അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തോടുകൂടി കാര്യങ്ങളെ കാണാനും അതിനെ സക്സസ് ആക്കി എടുക്കാനും പറ്റുന്ന രീതിയിൽ ആ ഒരു കൺഫ്യൂഷൻ എന്നുള്ള ആ ഒരു മൈൻഡ് നിങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായിട്ടും ഹീലായി അല്ലെങ്കിൽ റിമൂവ് ചെയ്തു പോകുന്നതായിട്ടും, നിങ്ങൾക്ക് പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ് വരുന്നത്. അതായത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ആ ഒരു ആജ്ഞാചക്ര, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഇന്ന് വർദ്ധിച്ച് വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസ്, അതായത് നമുക്ക് ശരി തെറ്റ് എന്താണെന്നും നമ്മുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ചില അറിവുകളുണ്ട്, ചില ജ്ഞാനങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ അറിവുകൾക്ക് ഇന്നൊരു മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്നു. അത് പുറമേ പ്രകടമാക്കാൻ നിങ്ങളുടെ ഇന്നർ വോയിസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നോ ഒക്കെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരുന്ന, കാരണം നിങ്ങളിൽ അടഞ്ഞിരുന്ന പല അധ്യായങ്ങളും ഇന്നൊരു ഓപ്പണിംഗ് ആണ്. ചിലപ്പോൾ ചില സിറ്റുവേഷൻസ്, അതുപോലെ ഇമോഷണലി ഒരു ബാലൻസ് ലൈഫിലേക്ക് ഇന്ന് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്നുപോയ ചില സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഒരു അറിവില്ലായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, ട്രോമ ആയിക്കോട്ടെ, ആരിൽ നിന്നെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ചില പെയിൻഫുള്ളായ സാഹചര്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വ്യക്തമായ ഒരു അറിവില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതെന്തുകൊണ്ടാണ് ലൈഫിൽ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസ് ഒക്കെ വന്നതെന്ന് മനസ്സിലാക്കാനും പറ്റുകയും ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നു. അതുപോലെ മറ്റുള്ളവരോടൊരു പക്വതയോടു കൂടിയും സമാധാനത്തോടു കൂടിയും പെരുമാറാൻ പറ്റുകയും ഒരു മെൻ്റൽ ക്ലാരിറ്റി ലൈഫിൽ ഉണ്ടാകുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സക്സസിൻ്റെ ദിവസമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കാരണം ചിലപ്പോൾ ഇന്ന് എല്ലാവരോടും നിങ്ങൾക്ക് വളരെയധികം ഇമോഷണലി വളരെ ശാന്തമായിട്ട്, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരികയും എടുത്തടിക്കും പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർക്ക് ഇച്ചിരി അടുത്തേക്ക് വരാനും ബിഹേവ് ചെയ്യാനൊക്കെ ഒരു മടി, നിങ്ങളുടെ ഒരു ക്യാരക്ടർ രീതി വെച്ച് മടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊന്നുമല്ല നിങ്ങളിൽ. നിങ്ങൾ വളരെയധികം ഇമോഷണലി ഒരു പോസിറ്റീവായ രീതിയിലും സമാധാനത്തോടു കൂടിയും നിങ്ങൾക്ക് മറ്റുള്ളവരെ ബിഹേവ് ചെയ്യാനും പറ്റും. നിങ്ങളോടും മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അതേപോലെ തന്നെ വളരെ
പോസിറ്റീവായിട്ട് പെരുമാറാൻ സാധിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ചില പുതിയ ഐഡിയാസുകൾ ഇപ്പം നമ്മൾ ആദ്യത്തെ റീഡിങ്സിൽ പറഞ്ഞ പോലെ നമ്മളിൽ മറഞ്ഞിരുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു. അതായത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ഒരു തുടക്കം, ചില പ്രോജക്റ്റ് വർക്കുകളാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. ഇന്ന് നിങ്ങളുടെ മൈൻഡിൽ അതൊക്കെ നല്ലൊരു പോസിറ്റീവായ എനർജി നൽകുകയും അത് വളരെയധികം ഫ്യൂച്ചറിലേക്ക് വരെ നിങ്ങളുടെ ലൈഫിനെ സേഫായിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണുന്നത്. കിങ് ഓഫ് വാൺസ് ആണ്, സക്സസ് ആണ്. അതായത് ഒരു സ്ഥാനം, ഒരു കൺട്രോളിങ് പവർ, മറ്റുള്ളവർക്ക് വളരെയധികം ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു അഭിമാനത്തോടു കൂടി നിങ്ങളുടെ ഒരു ആത്മാഭിമാനത്തിനെ കുറച്ചും കൂടി ഉയർത്തുന്ന ചില സിറ്റുവേഷൻസ്, അതായത് നല്ലൊരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവർ പ്രകടിപ്പിക്കാനുള്ള അവസരം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. മറ്റേതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾ കൺട്രോളിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം, ഒരു ചേഞ്ചിങ്, സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സാമ്പത്തികമൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കത് ലഭിക്കാനുള്ള ഒരു കാര്യങ്ങൾ, അതുപോലെ കരിയർ പരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു യാത്രയെ പോലും കാണിക്കുന്നു എന്നാണ് കാണുന്നത്. നല്ല രീതിയിൽ വളരെ പോസിറ്റീവാണ് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാനും നിങ്ങളെ ഇത്രയും നാളും ഗൈഡ് ചെയ്തിരുന്നവരെ, നിങ്ങളെ ഇത്രയും നാളും കൺട്രോളിങ് ചെയ്തിരുന്നവർക്ക് തിരിച്ചൊരു കൺട്രോളിങ് പവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടാകുന്നത്. അത് ഫാമിലി ആവാം, പേരൻസ് ആവാം, അല്ലെങ്കിൽ മറ്റു വല്ല ടീം വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ, ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരുന്നവരാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോളിൽ പോയെങ്കിൽ ഇനി തിരിച്ച് നിങ്ങൾക്ക് അവരെ കൺട്രോളിങ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് യൂണിവേഴ്സ് ഒരുക്കി തരുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പൂർണ്ണതയാണ് കേട്ടോ, ഹാപ്പിനെസ്. ഇമോഷണലി നിങ്ങൾക്കൊരു പൂർണ്ണതയുള്ള ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ഒരു ആഘോഷത്തിൻ്റെയും നല്ല കോൺഫിഡൻസോട് കൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാനൊക്കെ പറ്റുന്നത്, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഫീൽ ചെയ്യുന്ന, ഒരു കുറച്ച് ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ഫ്രീ ആവുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഫാമിലിയോടൊത്തൊക്കെ ഒരു ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫാമിലിയെ മാത്രമല്ല, പുറത്ത് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിലൂടെ ഇന്ന് നിങ്ങൾക്ക് ഇൻവോൾവ് ആവേണ്ടതായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷേ അതൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതല്ലാണ്ട് അതൊരു നീരസമോ കഷ്ടതയോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇന്ന് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതും നിങ്ങൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് കാണുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇന്ന് നിങ്ങൾക്ക് കാലം അനുകൂലമാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒപ്പം ഒരു വല്ലാത്തൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ദിവസമാണ്, ഒരു നല്ല ഒരു ദിവസം. അതുപോലെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളോട് ഒത്തൊരുമിച്ച് ഇന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോളോ മെസ്സേജോ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. വളരെ നല്ല ഒരു ഉയർന്ന രീതിയിലെ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസ്, സന്തോഷം ഒക്കെയുള്ളൊരു ദിവസമായിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സമയം മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്നു തരുന്നു യൂണിവേഴ്സ് എന്നാണ് കാണുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ചില നെഗറ്റീവായ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യുന്നു. അതുപോലെ ഒരു ഇൻസ്പിറേഷൻ, നിങ്ങൾക്ക് വളരെ ഒരു ഉത്സാഹത്തോടു കൂടി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നു. അതുപോലെ നിങ്ങൾ എന്തിലേലുമൊക്കെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നല്ല ഒരു
റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും. അതുപോലെ ഒരു സ്ഥാനം, ഒരു അഭിമാനത്തോടു കൂടി മറ്റുള്ളവരുടെ ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കേട്ടോ നമുക്ക് കാണുന്നത്. അതുപോലെ ലൈഫിൽ ഇന്നത്തെ ദിവസം ചില ചോയ്സുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ മാത്രം ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും, നല്ലതും ചീത്തയായിട്ടും ഉണ്ടായിട്ടും, നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒരുവിധം ഫിനാൻഷ്യൽ ലോസ് ഒക്കെ സംഭവിച്ചവർ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി മാറ്റി നിർത്തപ്പെടുകയോ അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളിൽ ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ശക്തി, നിങ്ങളുടെ ആ ഒരു കഴിവ്, അതായത് നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾ ശരിക്കും ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്കതും കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്ഥാനത്തിനും നിങ്ങളുടെ പൊസിഷനൊക്കെ ഒരു നല്ല ചേഞ്ചിങ് വരുമെന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിന്ന് സാമ്പത്തികമായ ഒരു തിരിച്ച് ലഭിക്കൽ, സാമ്പത്തികം എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികം ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട്, പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് ഇന്ന് കുറച്ച് സാമ്പത്തികം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അത് കുടുംബത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ആഘോഷമൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. നമ്മളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആഘോഷമോ എന്തിനേലുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ ഒരു കിട്ടില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്നു. അത് നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ, വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളെ സമീപിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഇനി ആ ഒരു സാമ്പത്തികം ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളുടെ ലൈഫിൽ വളരെ സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം. അത് വളരെ ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കി തന്നെ നിങ്ങളിന്ന് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നല്ല പോലെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഫിനാൻഷ്യലായിട്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ, കരിയർ പരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി എന്തായിക്കോട്ടെ, ഒരു വീട് നിർമ്മാണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതിനെ കുറിച്ചൊരു തീരുമാനം പൂർണ്ണതയിൽ എത്തിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹം, ജീവിതം, കുടുംബം, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ട തയ്യാറെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം അതൊരു ടാസ്ക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതിൽ നിങ്ങൾ എത്രത്തോളം സമർപ്പണ ബോധത്തോടു കൂടിയും എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയും നിങ്ങളതിനെ കാണുന്നുവോ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുവോ, അത്രത്തോളം നിങ്ങൾക്ക് അതിൽ നിന്നും ലാഭം അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കം, എന്ത് കാര്യമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് പരമായ കാര്യമായിക്കോട്ടെ, ജീവിതം, ഇമോഷണലി, വിവാഹം, കുടുംബം, വീട്, പുതിയ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന കാര്യം വളരെ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി തന്നെ ആലോചിച്ച് വളരെ ശക്തമായി അതിനു വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണമെന്ന് തന്നെയാണ് കാണുന്നത്. അതല്ലെങ്കിൽ നമ്മൾക്കതിൽ നിന്നും ബെനിഫിറ്റ് ഇല്ല. ഭയത്തെയും ഒറ്റപ്പെടലിനെയൊക്കെ നേരിടേണ്ടി വരും. ഇമോഷണലി ഒക്കെ ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, എന്തെങ്കിലും പെട്ടുപോയി, ഏതെങ്കിലും ഇമോഷണലി ഏതെങ്കിലും വ്യക്തിയിലോ സാഹചര്യത്തിലോ ഒക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം, ഒരു സൺറൈസിങ് ഇന്ന് വരുന്നു. ചിലപ്പോൾ ഈ ചില സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് മറന്ന് നിൽക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ. പെയിൻഫുള്ളായ എന്തെങ്കിലും സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ ഇത്രയും ദിവസവും മുന്നോട്ടേക്ക് അതിജീവിച്ചു കൊണ്ടുപോയെങ്കിൽ, അതിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഹീലാക്കാൻ പറ്റാതെ പോയെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ ഹീലാക്കാൻ പറ്റുന്നു. മറന്നു മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാനും ഒരു സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നതായിട്ടാണ്
വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു ഇൻഡ്യൂഷൻ, നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു. എന്താണ് ഞാൻ ഇത്രയും നാളും ചുമന്നുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ഈ ഒരു പെയിൻ എന്തിനാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കിന്ന് ഫീൽ ആകുന്നതായിട്ടും ഒരു ഇമോഷണലി സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുമാണ് കാണുന്നത്. ഒരു മാറ്റം, ചില സിറ്റുവേഷൻസിനെയൊക്കെ വേണ്ട എന്ന് വെക്കാനും മുന്നോട്ടേക്ക് സക്സസ് ആയിട്ട് പോകാനും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുവെന്നും സ്ട്രോങ് ആയ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ വളരെ പോസിറ്റീവും സക്സസ്സുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്ന അവസാനം. നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു. ഏതൊക്കെയോ സാഹചര്യങ്ങൾ നെഗറ്റീവായ, ഇനി ഫാമിലിയിലോ കുടുംബത്തിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ നെഗറ്റീവായ ഒരു ചുറ്റുപാടിലാണ് പെട്ട് നിന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു എന്നാണ് കാണുന്നത്. അതിന് ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നാണെങ്കിൽ പോലും, റിലേഷൻഷിപ്പിനെ ആണെങ്കിൽ പോലും നിങ്ങളത് മതിയാക്കി അവസാനിപ്പിച്ച്, നിങ്ങൾ ഇത്രയും നാളും നേരിട്ട കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്തേക്ക്. കാരണം അത്രത്തോളം കോൺഫ്ലിക്റ്റ് അനുഭവിച്ചിട്ടുണ്ട്, തടസ്സങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പെയിൻഫുള്ളായ പല കാര്യങ്ങളും കേട്ടു, അനുഭവിച്ചു, അറിഞ്ഞു. മറ്റുള്ളവരിൽ നിന്നും പീഡനം, അതായത് നെഗറ്റീവായ പല ഫിസിക്കലി വരെ നിങ്ങൾക്ക് പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിനെല്ലാം നിങ്ങൾക്ക് നിസ്സാരമായിട്ടും മാറ്റി നിങ്ങളൊരു പോസിറ്റീവായ ദിശയിലേക്ക്, കാരണം ഡിവൈൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം കാണിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ തിരിഞ്ഞ് നടന്നോളുക. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട്. ഇനി നിങ്ങൾ എങ്ങോട്ടേക്കാണോ യാത്ര ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾ ഏത് സിറ്റുവേഷൻസിൽ ചെന്ന് നിന്നാലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും സാധിക്കും. അതുപോലെ ധൈര്യവും ഒരു ധൈര്യം നിങ്ങളിലേക്ക് വരുന്നു. ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാരണം. ഒരു സക്സസ്ഫുള്ളായ ഒരു ദിവസം, ഒരു പൂർണ്ണതയോട് കൂടിയ ഒരു ദിവസം, നിങ്ങൾ തന്നെ നിങ്ങളിൽ അഭിമാനം കൊള്ളുന്ന, ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് മിസ്റ്ററിയാണ് കേട്ടോ. അജ്ഞാതമായത് പര്യവേഷണം ചെയ്യുക. ചില അജ്ഞാതമായി നമുക്ക് തന്നെ അപ്രതീക്ഷിതമായി നിങ്ങളെ ചില കാര്യങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അതൊരു നിഗൂഢതയാണ്, ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് പതുക്കെ പുറത്തേക്ക് വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നത്. പരീക്ഷണങ്ങൾ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമുക്കുണ്ടാകും. അതിനെല്ലാം അതിജീവിക്കുന്നവൻ ആരാണോ അവനാണ് വിജയി എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂതകാലത്തെ വിട്ടുകളയുക. നിങ്ങളുടെ പാസ്റ്റിനെയും പ്രസൻറ്റിനെ നിങ്ങൾ സ്വീകരിക്കുക. പാസ്റ്റിനെ വിട്ടുകളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് തന്നെ പോവുക. നമ്മൾക്ക് എത്ര നാൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും കാലം എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. പെയിൻഫുള്ളായ സിറ്റുവേഷൻ തന്നവരും തടസ്സങ്ങൾ വരുത്തുന്ന സാഹചര്യങ്ങളും എല്ലാം അതിജീവിച്ച് പൂർണ്ണമായും കുറച്ച് സ്ട്രഗിളിങ് ചെയ്ത് മുന്നോട്ട് പോകുക. കാരണം അപ്പോഴാണ് നമ്മൾക്ക് നേടുന്ന വിജയങ്ങളെ അനുഭവിക്കാനും അതിൻ്റെ ആ ഒരു സുഖം അറിയാനും പറ്റുള്ളൂ. പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെയും സ്ട്രഗിളിങ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ അതിജീവിച്ച് വിജയിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഫലം മധുരമായിട്ട് അനുഭവിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക. ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കാരണം നമുക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വരും. അതൊക്കെ നേരിടുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല എന്ന ഉറച്ച മനസ്സോടുകൂടി പൊക്കൊള്ളുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് ഗോഡ് ബ്ലെസ് യു.